വെട്ടുകല്ലുകൊണ്ട് നിർമ്മിച്ച കപ്പേളയ്ക്ക് പകരം 1955 ഓഗസ്റ്റ് 21 പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ ദിനത്തിൽ രൂപതയുടെ പ്രഥമ അധ്യക്ഷൻ മാർ സെബാസ്റ്റ്യൻ വയലിൽ തിരുമേനി പുതിയ കപ്പേളയ്ക്ക് ഇപ്പോൾ നമ്മളായിരിക്കുന്ന കപ്പേള അടിസ്ഥാന ശിലയിട്ട് പണി ആരംഭിച്ചത്. തുടർന്ന് ഏതാണ്ട് പല ഇടവേളകൾക്ക് ശേഷം ഘട്ടം ഘട്ടമായി 22 വർഷം കൊണ്ടാണ് ഈ വലിയ ആത്മീയ സൗധത്തിന്റെ പണികൾ പൂർത്തിയാക്കിയത്. 1977 ഡിസംബർ 7 വയൽ പിതാവ് ഈ കുരിശുപള്ളി വെഞ്ചരിച്ചു. വെട്ടുകല്ലിൽ നിന്നും കരിങ്കല്ലിൽ പണിതുയർത്തിയാണ് ഈ കുരിശുപള്ളി. 10,444 കൊത്തിയൊരുക്കിയ കല്ലുകൾ ഉപയോഗിച്ചിട്ടുള്ളതായി കണക്കാക്കപ്പെടുന്നു. പാലാ നഗരത്തെ മുഴുവൻ അനുഗ്രഹിച്ച് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന ക്രിസ്തുരാജന്റെ ഒറ്റക്കല്ലിൽ തീർത്ത പൂർണ്ണകായ പ്രതിമയും സെൽഫ് ലോക്കിംഗ് രീതിയിലുള്ള കൂട്ടും ഒറ്റക്കല്ലിൽ നിർമ്മിതവുമായ ഭണ്ഡാരഭിത്തി, കപ്പേളയുടെ 3 വശത്തുമുള്ള കരിങ്കൽ റെയിലും തറയും വീണ്ടും കരിങ്കലിൽ നിർമ്മിതമായ കുടിമരവും 2 വിളക്കുകാലുകളും ഈ മഹാസൗധത്തിന്റെ ആഠ്യത്വത്തിന് കൂടുതൽ മാറ്റം നൽകുന്നു. ഓരോ മണിക്കൂറിലും സമയത്തോടുകൂടി സമയം അറിയിക്കുന്ന മണിയടിക്കുന്ന